ഹിറ്റായതിനു പിന്നാലെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ ആദ്യ യാത്രയിൽ വാതിൽ തകർന്നതായാണ് വാർത്ത. എമർജൻസി ഡോറിന്റെ സ്വിച്ച് അബദ്ധത്തിൽ ഒരു യാത്രക്കാരൻ അമർത്തിയതിനെ തുടർന്ന് മാനുവൽ മോഡിലായ വാതിൽ റീസെറ്റ് ചെയ്യാൻ വൈകിയതാണ് വാതിൽ തകർന്നുവെന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ബത്തേരിയിൽ നിന്ന് നിമിഷങ്ങൾക്കകം പരിഹരിച്ച ലളിതമായ ഒന്നിനെയാണ് മാധ്യമങ്ങൾ പർവ്വതീകരിച്ചത്. നവകേരള സദസ്സും ബസ്സും ഉണ്ടാക്കിയ രാഷ്ട്രീയ ചലനം കേരളത്തിന് പുതിയ അനുഭവമായിരുന്നു. ലിഫ്റ്റും കറങ്ങുന്ന കസേരയും അത്യാഡംബര സൗകര്യങ്ങളും ചികഞ്ഞ് മാധ്യമങ്ങൾ ബസ്സിനെ ചുറ്റി നടന്നതും വ്യാജ പ്രചാരണം നടത്തിയതും കേരളം കണ്ടു. റെഗുലർ സർവീസുകൾക്കായി ബസ് വീണ്ടും എത്തിയതോടെ ആ ഘട്ടത്തിൽ പൊളിഞ്ഞ പ്രചാരണങ്ങൾ മാധ്യമങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. വൻ ബുക്കിംഗുമായി ഹിറ്റായതാണ് വീണ്ടും മാധ്യമങ്ങൾ ബസ്സിനെ പിന്തുടരാൻ കാരണം. ആദ്യ യാത്രയിൽ വാതിൽ തകർന്നു, കെട്ടിവെച്ച് യാത്ര തുടർന്നു എന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന അന്വേഷണം പോലും നടത്താതെയായിരുന്നു ഈ വാർത്തകൾ. നവകേരള ബസിന്റെ വാതിലിന് എന്താണ് സംഭവിച്ചത്? ഈ പറയുന്നതാണ് മറ്റു മാധ്യമങ്ങൾ അന്വേഷിക്കാത്ത ആ ചോദ്യത്തിനുത്തരം. മെക്കാനിക്കൽ തകരാറുകളൊന്നും വാതിലിനുണ്ടായിരുന്നില്ല. യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ബസ്സിലെ സജ്ജീകരണങ്ങൾ. ഇതിനായി അടിയന്തര ഘട്ടങ്ങളിൽ വാതിൽ പ്രവർത്തിപ്പിക്കേണ്ട സ്വിച്ചിൽ ഒരു യാത്രക്കാരൻ അബദ്ധത്തിൽ അമർത്തിയതോടെ മാനുവൽ മോഡിലേക്ക് വാതിൽ മാറി. ഇത് റിസെറ്റ് ചെയ്യാൻ ജീവനക്കാർക്ക് പരിചയക്കുറവുള്ളതിനാൽ സാധിച്ചില്ല. ബത്തേരിയിൽ എത്തിയ ഉടൻ ഡോറിന്റെ ഇമ്പൾസ് വാൽവ് റിസെറ്റ് ചെയ്തതോടെ ഈ പ്രശ്നം പരിഹരിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ബസ് ബാംഗ്ലൂരിലേക്ക് യാത്ര തുടരുകയും ചെയ്തു. പുലർച്ചെ 4-ന് കോഴിക്കോട് ടെർമിനലിൽ നിന്നായിരുന്നു ഗരുഡ പ്രീമിയം സർവീസ് ആരംഭിച്ചത്. 11:30 ബാംഗ്ലൂരിലെത്തും. ഉച്ചയ്ക്ക് 2:30 ബംഗളൂരുവിൽ നിന്ന് യാത്ര ആരംഭിച്ച് രാത്രി 10-ന് കോഴിക്കോടെത്തും. താമരശ്ശേരി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂരു വഴിയാണ് സർവീസ്. പ്രീമിയം സൗകര്യങ്ങളോടെ സുരക്ഷിത യാത്രയാണ് KSRTCയുടെ ഉറപ്പ്. കൈരളി ന്യൂസ്, വയനാട്.